കേരളത്തിലെ ഏറ്റവും അധികം ചർച്ച ചെയ്ത സംഭവങ്ങളിലൊന്നായ 2017 നടി ആക്രമണ കേസിൽ അന്തിമ വിചാരണ ആരംഭിക്കുകയാണ്. മാസങ്ങൾക്കുള്ളിൽ കേസിൽ വിധി വരുമ്പോൾ ആകാംക്ഷയിലാണ് കേരളം നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി നടത്തിയ വെളിപ്പെടുത്തലുകൾ എങ്ങനെയായിരിക്കും ഈ കേസിനെ ബാധിക്കുന്നത് എന്നത് പ്രധാനമാണ്. 8ാം പ്രതിയും നടനുമായ ദിലീപിന് അതിജീവിതയായ നടിയോടുള്ള കടുത്ത വൈരാഗ്യമാണ് 1ാം പ്രതിയായ പൾസർ സുനിയെ ഉപയോഗിച്ച് ആക്രമിക്കാനും ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പകർത്താനും ഇടയാക്കിയത് എന്നതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പലവട്ടം പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണിതെന്നും ഇതിൽ പുതിയതായി ഒന്നുമില്ലെന്നും പ്രതിഭാഗത്തിന് വേണ്ടി നിയമസഹായം നൽകുന്നവരും അതിജീവിതയ്ക്ക് വേണ്ടി നിയമസഹായം ചെയ്യുന്നവരും അഭിപ്രായപ്പെടുന്നുണ്ട്. അതേസമയം ഇനിയും കേസ് വൈകിപ്പിക്കാനും സങ്കീർണമാക്കാനുമുള്ള ശ്രമമാണിതെന്നും ആരോപണമുണ്ട്. എന്നാൽ ദീർഘകാലമായി ഈ കേസിന്റെ നിർണായക വഴിത്തിരിവുകൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള മാധ്യമം എന്ന നിലയിൽ തങ്ങൾക്ക് ലഭിച്ച വാർത്തയുടെ പ്രക്ഷേപണമെന്ന ഉത്തരവാദിത്ത നിർവഹണമാണ് നടത്തിയതെന്നാണ് ചാനലിന്റെയും റിപ്പോർട്ടറുടെയും വാദം എന്ന് കാണാം. കേസിലെ അന്തിമ വിചാരണയും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതിയിൽ തിങ്കളാഴ്ച ആരംഭിക്കുമ്പോൾ തന്നെ കേസിൽ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ദിലീപ് നൽകിയ ഹർജിയിലുള്ള വാദം ഹൈക്കോടതിയിൽ നടക്കും. ഈ ആവശ്യം നേരത്തെ സിംഗിൾ ബെഞ്ച് തള്ളിയതായിരുന്നു. അതിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച ദിലീപിന്റെ നടപടി കോടതി ചോദ്യം ചെയ്തിരുന്നു. എങ്ങനെയാണ് ഒരു കേസിലെ പ്രതി CBI അന്വേഷണം ആവശ്യപ്പെടുന്നത് എന്നതായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ ചോദ്യം. എന്നാൽ സ്വതന്ത്രമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ കേസിന്റെ സത്യം പുറത്തു വരൂ എന്നാണിപ്പോൾ പ്രതിയുടെ അഭിഭാഷകർ പറയുന്നത്. ഈ ഹർജിയിൽ കൂടുതൽ വാദമാണ് തിങ്കളാഴ്ച കേൾക്കുക. ഇതിനിടയിലാണ് നിർണായകമായ വെളിപ്പെടുത്തലുകൾ റിപ്പോർട്ടർ ചാനൽ പുറത്തു കൊണ്ടുവരുന്നത്. കേസിൽ സുപ്രധാന തെളിവുകൾ അന്തരിച്ച സംവിധായകൻ ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയതും റിപ്പോർട്ടർ ചാനലിലൂടെയാണ്. കേസിലെ തെളിവായ ഫോണിലെ മെമ്മറി കാർഡുകളിലെ ദൃശ്യങ്ങൾ അനധികൃതമായി കണ്ടുവെന്നതിന് തെളിവുകളും റിപ്പോർട്ടർ ചാനൽ വെളിപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ ചാനലിൽ ഇത്തരമൊരു അഭിമുഖം വന്നത് സ്വാഭാവികമാണെന്നിരിക്കലും അത് കേസിന്റെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന സംശയം നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 1ാം പ്രതിയും 8ാം പ്രതിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളും 1ാം പ്രതിയുടെ വെളിപ്പെടുത്തലുകളുടെ ഉദ്ദേശശുദ്ധിയുമാണ് സംശയിക്കപ്പെടുന്നത്. കേസിൽ CBIയെ സമീപിക്കാനുള്ള പ്രതിയുടെ ശ്രമത്തിന് ഹൈക്കോടതിയുടെ അംഗീകാരം ലഭിച്ചാൽ വിചാരണ നിർത്തിവെപ്പിക്കാനുള്ള ശ്രമം പ്രതിഭാഗം അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും നിയമവിദഗ്ധർ പറയുന്നുണ്ട്. നിർണായകമായ മെമ്മറി കാർഡുകൾ നിയമവിരുദ്ധമായി പരിശോധിച്ചുവെന്ന ആരോപണത്തിന്മേൽ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് അതിജീവിതയ്ക്ക് കൈമാറാനും കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ ദിലീപ് നടത്തിയ ഹർജി നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു. തുടർച്ചയായ തിരിച്ചടി നേരിട്ട പ്രതിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് അന്തിമ വിചാരണയെ അട്ടിമറിക്കാനുള്ള ശ്രമമാണിപ്പോൾ നടത്തുന്നത് എന്നാണ് പുതിയ ആരോപണം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനമാണ് അതിജീവിതയുമായി നല്ല പരിചയമുണ്ടെന്ന വിധത്തിലുള്ള സുനിയുടെ സംസാരം. ഇത് രണ്ടും കേസിൽ അതിജീവിതയ്ക്കെതിരായി പ്രതിയുടെ അഭിഭാഷകർ ഉപയോഗിക്കുമോ എന്നുള്ളതും ഇനി കാണേണ്ട വിഷയമാണ്.